ഇന്നൊരു ഡേഞ്ചർ ഡോക്ടർ വണ്ടി ആട്ടോ കാണിക്കണത്. ഇതാണ് ഞങ്ങൾ ഡോക്ടർ എംബ്ലൊക്കെ അവിടെ ഉണ്ട്. ഫോർച്യൂണറാണ്, 4 വീൽ ഡ്രൈവ് വരുന്ന ഫോർച്യൂണറാണ്. ഡേഞ്ചർ ഡോക്ടർ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഡയറക്റ്റ് നമ്മൾ ഡോക്ടറേറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഇനി കാണിച്ചു തരാം. അതായത് ഇതൊന്ന് നോക്കുകയാണ് നിങ്ങൾ, ഒരു ഡോക്ടർ വണ്ടിൻ്റെ ഗിയർ ലിവർ കണ്ടോ, തലയോട്ടിയാണ് ഈ വെച്ചിരുന്നത്. അപ്പോൾ ചില്ലറ ഡോക്ടർ വണ്ടിയൊന്നും അല്ലട്ടത്, ആൾ ഡേഞ്ചറാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വണ്ടി അടിപൊളി വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ ഓൺലി 1,30,000 കിലോമീറ്റർ ഓടിയ 90,000 കിലോമീറ്റർ വരെ ജെന്യൂൻ സർവീസിൽ പോകുന്ന, മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള കുറച്ച് പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 10-13 വർഷം പഴക്കമുണ്ട്. 2010-11 കാലഘട്ടത്തിൽ വരുന്ന മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഫോർച്യൂണറാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 4 വീൽ ഡ്രൈവും വരുന്നുണ്ട്. അപ്പോൾ ഓഫ് റോഡേഴ്സിനൊക്കെ പറ്റിയ മുതലാണിത്. ആർക്കെങ്കിലും ഒരു 4 വീൽ ഡ്രൈവിൽ വരുന്ന ഫോർച്യൂണർ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോളി. വണ്ടി എന്ന് പറഞ്ഞാൽ കിടിലൻ വണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, അതായത് 2010 അപേക്ഷിച്ച് നോക്കുമ്പോൾ കിടിലൻ വണ്ടി. എൻജിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങൾ. അതായത് 4 വീൽ ഡ്രൈവ് വരുന്ന വണ്ടിക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ അതേപോലെ ന്യൂ ഷേപ്പ് ഫോർച്യൂണറിൽ വരുന്ന അലോയ് വീല്, ടയറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒറിജിനൽ ലുക്കിലാട്ടുള്ളത്. നിലവിൽ ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ആളുകൾക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത് മാറ്റി ഒരു പുതിയ മോഡൽ ഫോർച്യൂണർക്ക് മാറ്റാൻ പറ്റിയ മോഡലുമാണ്. ലെജൻഡർക്ക് വേണമെങ്കിൽ അങ്ങനെയും മാറ്റാം. ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ 2012 ശേഷം വരുന്ന 13-14 കാലഘട്ടത്തിലൊക്കെ വന്ന ഫോർച്യൂണർക്ക് അങ്ങനെ മാറ്റി ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 75,000 രൂപ ഈ വണ്ടിൻ്റെ മാർക്കറ്റ് വിലയിൽ നിന്ന് കൂടുതലുണ്ട്. ഇപ്പോൾ ഒരു നോർമൽ ഒരു 8-8.25 ഈ വണ്ടി കിട്ടുന്നതാണ്. ഇത് നമുക്ക് 9.5 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ്. ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളെ പേരിൽ മാറ്റി തരുന്ന റേറ്റാണ്. ഇത് റീ രജിസ്ട്രേഷനാണ്. ഇത് എടുക്കുന്ന ഒരാൾക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇത് നിലവിൽ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് വന്ന വണ്ടിയാണ്. അതിൽ സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു. പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറെ മേജർ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിക്കട്ടോ. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ക്വാളിറ്റി വണ്ടിയിൽ കാണാണ്ട്. ഇതുണ്ടോ, അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യങ്ങളും ഇൻറ്റീരിയർ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഫോർച്യൂണർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ എന്തുകൊണ്ടും പറ്റും. ഇനി എടുത്തിട്ട് നിങ്ങൾക്ക് പേപ്പർ ആക്കാനോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാനോ ഒന്നുമില്ല. ഞാൻ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇത് ചെറിയൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഈ വണ്ടി ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇനി ഡോക്ടറെ വെച്ച് നമ്മൾ ഹൈലൈറ്റ് ആക്കി പറഞ്ഞിട്ട് ട്രോൾ ചെയ്തിട്ടോ. കാരണം ഞാൻ ഒരു വണ്ടിയിൽ നമ്മൾ ഡോക്ടറെ ചിഹ്നം കാണിക്കാത്തതാണ്. പക്ഷേ ഇത് കാണിക്കാനുള്ള കാരണമേ, ഡോക്ടറായിട്ടും ആ ഗിയർ ലിവറിൽ നിങ്ങൾ കണ്ടില്ലേ, അതിങ്ങനെ കണ്ടപ്പോൾ കാണിച്ചതാണ്. അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പാനലും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ജസ്റ്റ് എന്നേ നമ്മൾ സൺഡേ ലീവാണ്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇതൊക്കെ ഒറിജിനൽ കമ്പനി വരുന്ന ഹെഡ്ലൈറ്റാണ്. അതേപോലെ ഗ്രില്ലാണ്, ബമ്പറാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ എളുപ്പമായിട്ട് ചെയ്യാം കേട്ടോ. ഈ ബോണറ്റ്, ബമ്പർ, ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, 2 സൈഡ് മഡ് ഗാർഡ് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഭാഗം ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് ഭാഗം കൊണ്ട് ബാക്ക് ബമ്പർ, ടൈൽ ലാമ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ ബാക്ക് ഭാഗം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മിററൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ന്യൂ ഷേപ്പൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഓഫ് റോഡേഴ്സിന് അൾട്രേഷൻ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലുക്കിൽ തന്നെ അൾട്രേഷൻ ചെയ്യാൻ ഒന്നും പാടെ ബെറ്റർ. ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്താലേ ഇതും കിട്ടില്ല ലുക്ക് തന്നെ കാരണം. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വണ്ടിയെ പറ്റി ഒന്ന് പറയാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതായത് ഒരു 9-9.5 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം യൂസ്ഡ് മാർക്കറ്റിൽ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഒരു ബെനിഫിറ്റാണ്. കാരണം ടൊയോട്ടോ എന്ന ബ്രാൻഡിൻ്റെ അത്യാവശ്യം നല്ല റീസെയിൽ മാർക്കറ്റും മെയിൻ്റനൻസ് ഒക്കെ വളരെ കമ്മിയില്ലേ. ടൊയോട്ടോ ഫോർച്യൂണറിൻ്റെ 4 വീൽ ഡ്രൈവ് വരുന്ന ഈ ഒരു വാഹനമാണ് ഈ ഒരു പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ കാറുകൾക്ക് വരെ 10-15 ലക്ഷം രൂപ വില വരുന്ന സമയത്ത് ഇതൊരു യൂസ്ഡ് മാർക്കറ്റിൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇത്രയും വർഷം പഴക്കല്ല വണ്ടിയാണെന്ന് കരുതിയിട്ട് ഇതിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ആകെ 1,35,000 കിലോമീറ്റർ പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് നമ്മളെ മറ്റു ബ്രാൻഡുകളൊക്കെ 0 തുടങ്ങുന്ന പോലെയാണ്. ടൊയോട്ടയ്ക്ക് 1.30 ലോ കിലോമീറ്ററിന് തന്നെ നമുക്ക് ഇതിനെ പറയേണ്ടി വരും. ഒരു 5-6-7 ലക്ഷം ഒന്നും ടൊയോട്ടനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഫോർച്യൂണറിനെ സംബന്ധിച്ചൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ അത് ജെന്യൂൻ കമ്പനി സർവീസിൽ പോകുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഈ ഒരു വാഹനം കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടാണെങ്കിലും വാഹനം ഓടിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഈ 2 സാധനം നമ്മൾ മാറ്റും കേട്ടോ. ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ സാധനം ഇട്ടിട്ടാണ് ഇത് വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് തരിക. ഞാൻ ആർക്കെങ്കിലും ഇതന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിവിടെ എടുത്ത് വെക്കാം.
അപ്പോൾ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് അതും തരാം. അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇനി 5-8 പേർക്ക് യാത്ര ചെയ്യണമെങ്കിലും അടിപൊളിയായിട്ട് പറ്റും. ഓഫ് റോഡിന് പോകണോ, നിങ്ങൾക്ക് കുന്നും മലയൊക്കെ കയറണോ, അതിനും പറ്റും. ഈ ഒരു വണ്ടി ഒന്നും ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് സ്പെക്കൊക്കെ കയറ്റി കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവലേക്കാരം. നമുക്ക് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേറെ ചിലപ്പോൾ ഓഫ് റോഡേഴ്സിനൊക്കെ ഉപകാരപ്പെടാം. മാനുവൽ ട്രാൻസ്മിഷൻ ആകുമ്പോൾ നമുക്ക് എന്താവും, മൈലേജും കിട്ടും. ഒരു 10 കിലോമീറ്ററിൻ്റെ അകത്തായിട്ട് 8 to 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടൊക്കെ ലോങ് ഡ്രൈവിൽ നോർമൽ മൈലേജും നമുക്ക് കിട്ടുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു ടൊയോട്ട ഫോർച്യൂണർ. മെയിൻ്റനൻസ് പറഞ്ഞാൽ വളരെ കമ്മിയാട്ടോ. മെയിൻ്റനൻസ് വരുമ്പോൾ നമുക്ക് ഇന്നോവ ക്രിസ്റ്റനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്റ്റ് വരും. ഞാൻ ഇന്നോവ ക്രിസ്റ്റനായിട്ടും ഫോർച്യൂണർ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പ്രൈസിൽ എടുക്കുമ്പോൾ യൂസ്ഡ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ ആൾക്കാർ ഇതിനൊക്കെ കമ്പയർ ചെയ്യും. ഇപ്പോൾ ഇന്നോവ വാങ്ങിക്കാൻ വന്നോ എൻ്റെ അടുത്ത് ഫോർച്യൂണർ വാങ്ങിച്ചു പോക്കുണ്ട്, ക്രിസ്റ്റ വാങ്ങിക്കാൻ വന്നോ ചിലപ്പോൾ ഇന്നോവ എടുത്ത് പോക്കുണ്ട്. ഇങ്ങോട്ടൊക്കെ യൂസ്ഡ് മാർക്കറ്റിലെ വാഹനം വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് സംഭവിക്കലുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ബഡ്ജറ്റിൽ ഫോർച്യൂണർ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് വാങ്ങിക്കാം. പ്രൈസിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 10-25,000 രൂപേനെ കൂടുതലുണ്ട്. അത് ഈ വണ്ടിമുണ്ട്. നമ്മൾ ഈ രീതിയിൽ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പ്രൈസ് ഉള്ളത്. അത് നമ്മൾ കൂടുതലുള്ളത് ഉണ്ട് തന്നെ പറഞ്ഞിട്ടാണല്ലോ സെയിൽ ചെയ്യുന്നത്. താല്പര്യമില്ല ആളുകൾക്ക് വാങ്ങിക്കാം. അതിനുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വണ്ടിമുണ്ട്. കിടിലം പുതിയ മോഡൽ അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള ക്വാളിറ്റി വണ്ടി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്പറൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ കാണാം. ഇത് ചെറിയൊരു വീഡിയോ ആണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്